നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനെ കണ്ടെത്താൻ സൈന്യം. കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ സൈന്യമെത്തി. 2:30 സൈന്യം സംഭവസ്ഥലത്ത് എത്തിയത്. തെരച്ചിലിനു വേണ്ടി കരസേന ഷിരൂരിലെത്തിയത് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. 3 വലിയ വാഹനങ്ങളായിട്ടാണ് സൈന്യം ഷിരൂരിലേക്ക് എത്തിയത്. അത്യാധുനിക സംവിധാനങ്ങളുമായി ഇവർ ഷിരൂരിലേക്ക് എത്തുകയായിരുന്നു. ബലഗോവിയിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് എത്തിയത്. മണ്ണു നീക്കൽ നടത്തുന്നത് സൈന്യത്തിന്റെ കൈവശമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്. ഷിരൂരിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ദുരന്ത സ്ഥലത്തെത്തി. അദ്ദേഹം മടങ്ങുകയും ചെയ്തു. കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി തന്നെ ആയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മഴ അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥ. എന്തായാലും സൈന്യം ഇത്തരം പ്രതിസന്ധികളെ മറികടന്ന് ഉടൻ തന്നെ ശുഭവാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം. റഡാറിൽ നിന്നും ഇന്നലെ വൈകിട്ടോടെ മണ്ണിനടിയിലെ ലോഹാവശിഷ്ടം 70% ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മണ്ണ് നീക്കിയാണ് പരിശോധന നടക്കുന്നത്. NDRF പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നത്തെ തിരച്ചിൽ ഇന്ന് രാവിലെ മുതലാണ് തുടങ്ങിയത്. അതേസമയം രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി അർജുന്റെ കുടുംബവും നാട്ടുകാരും ഒക്കെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 6 ദിവസങ്ങളായി കാണാതായിട്ട്. ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നതിന് GPS സംവിധാനം അല്ലെങ്കിൽ GPS സിഗ്നൽ അടക്കം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും വേണ്ട രീതിയിലുള്ള ഈ 6 ദിവസമായിട്ടും വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള അല്ലെങ്കിൽ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നത് സത്യമായ കാര്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ സമീപനം, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ആ ഒരു സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കുടുംബവും നാട്ടുകാരും ഒക്കെ രംഗത്ത് വന്നത്. 6 ദിവസം കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയെന്ന് നാട്ടുകാർ അടക്കം കുറ്റപ്പെടുത്തുകയുണ്ടായി. കണ്ണാടിക്കലിൽ പ്രതിഷേധ പ്രകടനം നടത്തി നാട്ടുകാർ. ഇത്രയും വലിയ പ്രതിസന്ധിക്കിടയിലും ഇന്നലെ വൈകിട്ട് വരെ മാധ്യമങ്ങളോട് അർജുന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. പക്ഷേ രാത്രിയായതോടെ കുടുംബവും ആകെ തളരുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത്. ഇതോടെയാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ട് പ്രതിഷേധം ശക്തമാക്കിയത്. ഇന്നലെ രാത്രി റോഡിൽ കുത്തിയിരുന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്ന് കണ്ണാടിക്കലിൽ പ്രതിഷേധ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. രക്ഷാപ്രവർത്തനത്തിന് കരസേനയെ നിയോഗിക്കണമെന്നും സന്നദ്ധരായ നാട്ടുകാരെ ഉൾപ്പെടെ അവിടേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. കരസേന എത്തുന്ന കാര്യം വൈകിട്ടോടെ സ്ഥിരീകരിച്ചിരുന്നു. പ്രതീക്ഷ നശിക്കുകയാണെന്നും നടപടികൾ ഇനിയും വൈകിപ്പിക്കരുതുമെന്നുമായിരുന്നു അർജുന്റെ മാതാവ് ഒടുവിൽ പ്രതികരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് കരസേന എത്തുമെന്ന കാര്യം സ്ഥിരീകരിച്ചത്. സമയം പോകുന്തോറും പ്രതീക്ഷ നശിക്കുകയാണ് എന്നൊരു ആശങ്ക കുടുംബം പങ്കുവച്ചിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് ഇന്ന് കരസേന സ്ഥലത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കകം തന്നെ ശുഭകരമായ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ് മലയാളക്കര. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥ, മഴ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.